സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തു തന്നത്. തൻ്റെ ജീവിത വഴികളിലൂടെ സകല മനുഷ്യർക്കുമായി രക്ഷാകര രഹസ്യം ചുരുളഴിച്ച ക്രിസ്തുനാഥൻ നമുക്ക് നൽകിയ മഹത്തായ സന്ദേശം തന്നെ അനുഗമിക്കുന്നവരും സ്നേഹിക്കുന്നവരും തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മനോഭാവങ്ങളെ അവിടുന്ന് സ്വന്തം ജീവിതം കൊണ്ട് വരച്ചുവച്ചു. ആർത്തരും ആലംബഹീനരുമായവർക്ക് അത്താണിയാകുവാൻ അവിടുന്ന് നൽകിയ മാതൃക ഹൃദയത്തിൽ സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ. ഓരോ ദൈവവിളികളിലൂടെയും സാക്ഷാത്കരിക്കപ്പെടുന്നത് ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ്. ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ നിന്ന് ദൈവാത്മാവ് പകർന്ന ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ ആലംബഹീനർക്കു വേണ്ടി ജീവിതമൊഴിഞ്ഞുവെച്ച മഹാനായ ഒരഭിഷിക്തൻ. ജീസസ് ഫ്രട്ടേണിറ്റി, പ്രിസൺ മിനിസ്ട്രി തുടങ്ങി ആഗോളതലങ്ങളിൽ അംഗീകരിക്കപ്പെട്ട ഒട്ടേറെ ശുശ്രൂഷകളുടെ തുടക്കക്കാരൻ, എഴുത്തുകാരൻ, വചനപ്രകൻ എന്നീ നിലകളിൽ അനേകായിരങ്ങൾക്ക് ഉറച്ച ജീവിത വീക്ഷണവും ദൈവോന്മുഖമായ കാഴ്ചപ്പാടുകളും പകർന്നു നൽകി മുന്നേറുന്ന ശക്തനായ ശുശ്രൂഷകൻ, ഇടവക വൈദികൻ, സംഘാടകൻ, സാമൂഹ്യ പ്രവർത്തകൻ തുടങ്ങി എണ്ണമറ്റ മേഖലകളിൽ പ്രശസ്തനായ ബഹുമാനപ്പെട്ട വർഗീസ് കരിപ്പേരി അച്ഛൻ സമാനതകളില്ലാത്ത ഒരു മാതൃകാ വ്യക്തിത്വമാണ്. തൃശൂർ അതിരൂപതാംഗമായ കരിപ്പേരി അച്ഛൻ തൻ്റെ 4 നൂറ്റാണ്ട് പിന്നിട്ട വൈദിക ശുശ്രൂഷയിലൂടെ ലോകത്തിന് സമ്മാനിച്ച നേട്ടങ്ങൾ അനവധിയാണ്. തൻ്റെ സ്വതസിദ്ധമായ ലാളിത്യത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ ഇതളുകൾ വിരിയുമ്പോൾ അത് നമുക്ക് പകരുന്ന ബോധ്യങ്ങൾ അമൂല്യമാണ്. വളരെ സവിശേഷമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ബഹുമാനപ്പെട്ട വർഗീസ് കരിപ്പേരി അച്ഛൻ തൻ്റെ ജനനം മുതൽ സഞ്ചരിച്ചിരുന്നത്. മാനുഷികമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നന്മയെന്ന് കാണാൻ കഴിയാത്ത ചുറ്റുപാടുകൾ അദ്ദേഹത്തെ എക്കാലവും വലയം ചെയ്തിരുന്നു. എന്നാൽ ദാരിദ്ര്യത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങൾ ഓരോന്നും അദ്ദേഹത്തിന് പകർന്ന നന്മകൾ അനവധിയായിരുന്നു. എൻ്റെ നാട്ടിലുള്ളവർക്കോ വീട്ടുകാർക്കോ പോലും ഞാനൊരു വൈദികനാകുമെന്ന് വിചാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈശോയ്ക്ക് അതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നത്. കാരണം വലിയ കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ വിളിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുവിൻ. നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരുമില്ല. എൻ്റെ ജീവിതത്തിൽ അത് വളരെ ശരിയാണ്. മദ്യപാനിയും ചുമട്ടുതൊഴിലാളിയുമായ കരിപ്പേരി പൈലോദിൻ്റെയും 1-ാം ക്ലാസ്സിൽ പോലും പോകാത്ത അടുമ്പുകുളം കുഞ്ഞലയുടെയും ഡസൻ+1 10ാമനായി ഈ ലോകത്തിലേക്ക് ഞാൻ ഭൂജാതനായി. ഡസൻ+1 എന്ന് പറയാൻ കാരണമുണ്ട്. ഒരു കൊച്ച് എനിക്ക് മുമ്പേ അമ്മ പ്രസവിച്ച അവസരത്തിൽ തന്നെ മരണമടഞ്ഞു. 12 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ പരിപാലന. തൃശ്ശൂര് പട്ടണത്തിനടുത്ത് നെല്ലിക്കുന്ന് ഇടവകയിലാണ് എൻ്റെ ജനനം. ഞാനിപ്പോഴും ഓർക്കുകയാണ്
എല്ലാ ദിവസവും എന്ന പോലെ ഓർക്കും. ഞാൻ ജനിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ 3 വീടപ്പുറം ഒരു കൊച്ചു ജനിച്ചു. രാജൻ ഇന്നും തളർന്നു കിടക്കുകയാണ്. കൈകാലിട്ടടിക്കും. 56 വർഷങ്ങൾ പിന്നിട്ടു. ദൈവത്തിൻ്റെ വലിയ പരിപാലന ആ മകനിലും എന്നിലുമൊക്കെ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ദൈവം എന്നെ വലിയൊരു ഉപകരണമാക്കുന്നു. ഈ ലോകത്തിലെ 720 കോടി ജനങ്ങളിൽ, ഇന്ത്യയിലെ 120 കോടി ജനങ്ങളിൽ എനിക്ക് ഒരു വ്യത്യസ്തതയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് എന്നെ നയിക്കുന്നത്. ഞാൻ തമ്പ് ഇംപ്രഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ 720 കോടി ജനങ്ങളിൽ എനിക്കൊരു സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ മറ്റുള്ളവരെക്കാൾ മുൻപനല്ല, മറ്റുള്ളവരെക്കാൾ താഴെയല്ല, മറ്റുള്ളവരെ പോലെയുമല്ല. ഐ ആം യുണീക്ക് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. തൻ്റെ സ്നേഹനിധിയായ അമ്മയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അല്പം പോലും നിറം മങ്ങാതെ സൂക്ഷിക്കപ്പെടുന്നവയാണ്. വേദനയ്ക്കും ദുരിതങ്ങൾക്കുമിടയിലും അളവില്ലാത്ത നന്മയുടെ ബാലപാഠങ്ങൾ മാത്രം അഭ്യസിപ്പിച്ച ആ അമ്മയിലൂടെയാണ് അദ്ദേഹം ദൈവത്തെ അറിഞ്ഞു തുടങ്ങിയത്, ദൈവസ്നേഹം എന്തെന്ന് ഗ്രഹിച്ചു തുടങ്ങിയത്. പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം പറയുന്നത് പോലെ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് എന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഈ വചനം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നാണ് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതെ, എല്ലാം കടം കൊണ്ട ജീവിതം, ചെറുപ്പത്തിൽ പട്ടിണി കിടന്ന അനുഭവങ്ങൾ, വയറ് വിശക്കുമ്പോൾ ലഭിച്ചിരുന്ന ഉപ്പുമാവ്, സ്കൂളിൽ നിന്ന് ലഭിച്ചിരുന്ന ഉപ്പുമാവ് കൊണ്ട് വിശപ്പടക്കിയിരുന്ന കാലം, ഇപ്പോഴും അതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു ചിത്രമുണ്ട് എൻ്റെ അമ്മയെക്കുറിച്ച്. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളുണ്ടാകുകയില്ല. അപ്പോൾ ശനിയാഴ്ചത്തെ കഞ്ഞികുടി, കഞ്ഞിയിൽ വറ്റധികം ഉണ്ടായിരുന്നില്ല. വിശപ്പ് മാറാത്ത ഞാൻ കഞ്ഞിക്കലത്തിൽ നോക്കിയപ്പോൾ അതിലൊരു വറ്റുപോലും ഞാൻ കണ്ടില്ല. എൻ്റെ അമ്മയ്ക്ക് കുടിക്കാനുള്ളത് ഇനി ആ കഞ്ഞിവെള്ളം മാത്രമാണ്. ത്യാഗത്തിൻ്റെ ഒരു വലിയ ആൾരൂപമായിരുന്നു എൻ്റെ അമ്മ. അമ്മയുടെ ആ ത്യാഗത്തിൻ്റെ ചിന്തകൾ എപ്പോഴും എന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രൂപപ്പെടുന്ന വഴികൾ, അപ്പൻ കുടിച്ചു വരുമ്പോൾ പഠിക്കാൻ പറ്റാത്ത പല സന്ദർഭങ്ങളും, എന്നിരുന്നാലും ദൈവം പരിപാലിച്ചു. ബാല്യകാലത്ത് മാതാപിതാക്കൾ ഉറച്ച ബോധ്യങ്ങൾ നൽകി വളർത്തിയതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ബഹുമാനപ്പെട്ട കരിപ്പേരിയച്ചൻ പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന പ്രകാശം മഹത്തരമാണ്. മാതാപിതാക്കൾ നൽകുന്ന ശിക്ഷണങ്ങൾക്ക് നിഴലിൽ സ്നേഹത്തിൻ്റെ ശിക്ഷണങ്ങൾ സമയാസമയങ്ങളിൽ നൽകുന്ന ഒരു നല്ല ദൈവത്തെ അദ്ദേഹം ദർശിക്കുന്നു. വേദന തോന്നിയാലും വലിയ നന്മകളിലേക്ക് നയിച്ചവയെന്ന് പിന്നീട് തിരിച്ചറിയുന്ന
ആ ദൈവീക ഇടപെടലുകൾ നാം സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നെ വീട്ടിൽ രൂപപ്പെടുത്തിയ രീതികൾ. ഒരു പ്രാവശ്യം പലചരക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വന്നപ്പോൾ അന്ന് മിഷൻ സൺഡേ ആയിരുന്നു. മിഠായിയൊക്കെ വാങ്ങിക്കാൻ ഒരു 25 പൈസ കൂട്ടി പറഞ്ഞു. 1-ാം ക്ലാസ്സിൽ പോലും പോകാത്ത അമ്മ കൂട്ടി നോക്കിയിട്ട് 25 പൈസ കുറവ്. അപ്പനോട് പറഞ്ഞു. അപ്പനും കൂട്ടി നോക്കി. കുറ്റവാളി പിടിക്കപ്പെട്ടു. എന്നെ ആ പലചരക്ക് കടയിൽ കൊണ്ടുപോയി വിവരം തിരക്കി തിരിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ട് ബെൽറ്റ് കൊണ്ട് അടിച്ച ഓർമ്മ. 5-ാം ക്ലാസ്സിലെ അനുഭവം. മിഷൻ സൺഡേയിൽ മിഠായി വാങ്ങിക്കാൻ വിചാരിച്ച 25 പൈസ എടുത്ത ഞാൻ അന്ന് കിട്ടിയ അടികൾ ഇന്നും ഓർക്കുന്നത്. ഇന്ന് കണക്ക് വളരെ സുന്ദരമായിട്ട് 1 പൈസ പോലും പോകാതെ ആത്മാർത്ഥത കാണിക്കാൻ, എന്നോടും മറ്റുള്ളവരോടും ആത്മാർത്ഥത കാണിക്കാൻ ആ കൊച്ചു സംഭവം ഇപ്പോഴും എന്നെ ശക്തിപ്പെടുത്തുകയാണ്. അവരൊക്കെ മാതാപിതാക്കൾ ശിക്ഷ നൽകുകയല്ല, ശിക്ഷണം നൽകുകയാണ് എന്നുള്ള തിരിച്ചറിവ് വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുകയാണ്. താൻ മക്കളായി സ്വീകരിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുകയല്ല, ശിക്ഷണം നൽകുകയാണെന്ന് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ തിരിച്ചറിവായിട്ട് എനിക്ക് മനസ്സിലാകുന്നു. ഏത് ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നാലും പലപ്പോഴും 1 പൈസയും ഉണ്ടാകില്ല. അന്ന് 5 പൈസ 10 പൈസയൊക്കെയാണ്. ഒന്നുമില്ലെങ്കിലും അമ്മ ഭിക്ഷക്കാരെ വെറുതെ പറഞ്ഞയക്കാറില്ല. അവിടെ കുറച്ചരി ഉണ്ടാകും. അതിൽ നിന്ന് കുറച്ചെടുത്ത് ആ ഭിക്ഷക്കാരന് കൊടുത്ത സന്ദർഭങ്ങൾ ഇപ്പോഴും ഞാൻ തിരിച്ചറിയുന്നു. ഇതൊക്കെ ആയിരിക്കാം ലോകത്തിലെ വേദനിക്കുന്നവരെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ, അവർക്ക് പരമാവധി നന്മകൾ ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ പ്രചോദനമായി നിൽക്കുന്നത്. എൻ്റെ അപ്പൻ മദ്യപാനിയായിരുന്നു, ചുമട്ടുതൊഴിലാളിയായിരുന്നു. എങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ പോയി ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്നു. അപ്പനോടുകൂടെ ഞാനും എല്ലാ ദിവസവും സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെ ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കരിപ്പേരി അച്ഛൻ തൻ്റെ ബാല്യകാലത്തേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ തൻ്റെ ഹൃദയത്തിൽ സമർപ്പിത ജീവിതത്തിൻ്റെ മൂല്യത്തെ വാനോളമുയർത്തിയ ചില വ്യക്തിത്വങ്ങളെ അദ്ദേഹം നമുക്കായി പരിചയപ്പെടുത്തുന്നു. തീരെ ചെറിയ പ്രായത്തിലും സാധുക്കളായ ആത്മാക്കളോട് സഹാനുഭൂതിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നവരെ അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്നു. അത്തരം മാതൃകകൾ വേദനിക്കുന്നവരോട് അളവറ്റ കരുണയും അദ്ദേഹത്തിൽ വളർത്തി. എന്നെ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും പഠിപ്പിച്ച സിസ്റ്റർമാർ, സിസ്റ്റർ ജെയിൻ FCC, സിസ്റ്റർ ഐവൻ FCC, അവരൊക്കെ എന്നെ രൂപപ്പെടുത്തുന്നതിലെ വലിയ കണ്ണികളായിരുന്നു. ഇന്നും ഞാൻ വളരെ വ്യക്തതയോടെ ഓർക്കുന്ന ഒരു അനുഭവം, സിസ്റ്റർ ജെയിൻ നെല്ലിക്കുന്ന് കോൺവെൻറ്റ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ ജെയിൻ ഇപ്പോൾ സിസ്റ്റർ ഈശോയുടെ അടുത്താണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞു. ആ സിസ്റ്റർ ചെയ്തിരുന്ന കാര്യം ഇതായിരുന്നു. ആ സ്കൂളിനടുത്ത് ചെറിയ കുടിലുകളിൽ താമസിച്ചിരുന്ന കുട്ടികൾ അവർ സ്കൂളിൽ പോകാറില്ല. സ്കൂളിലെ ആനിവേഴ്സറി നടക്കുകയാണ്.
മുകളിലെ മുകളിലെ ഹോളിൽ. അവിടേക്ക് പോകാൻ ഈ കുട്ടികൾ കയറി ചെന്നപ്പോൾ മറ്റുള്ളവർ കടത്തി വിട്ടില്ല. കാരണം കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളായിരുന്നു. സിസ്റ്റർ ജെയിൻ താഴെ ഈ കുട്ടികളെ ഇരുത്തി കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ ശാന്തരാക്കുന്ന രംഗം ഇന്നും എൻ്റെ വഴിത്താരയിലെ ചൈതന്യമായി നിൽക്കുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള ജീവിതമാണിത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വ്യക്തതയോടുകൂടി അന്ന് മനസ്സിലാക്കിയ രീതിയാണത്. പാവപ്പെട്ട കുട്ടികൾക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ ഒരു സമർപ്പിത പരിശ്രമിച്ചപ്പോൾ ആ സമർപ്പിതയുടെ മനോഹരമായ ചിത്രം എൻ്റെ കുഞ്ഞു മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു. ചിന്തിക്കുവാൻ പ്രായമായ കാലം മുതൽ ദൈവം സവിശേഷമായി നൽകി അനുഗ്രഹിച്ച ജീവിതപാതകൾ അദ്ദേഹത്തിൽ വളർത്തിയത് തൻ്റെ ജീവിതം പൂർണ്ണമായും പാവപ്പെട്ടവരും പതിതരുമായവർക്കു വേണ്ടി സമർപ്പിക്കുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹമാണ്. എന്നാൽ ആ കാലത്ത് ഏറെ ചെലവുണ്ടായിരുന്ന വൈദിക പഠനം തെരഞ്ഞെടുക്കുവാൻ കുടുംബത്തിലെ ദാരിദ്ര്യം ഒരു തടസ്സമായിരുന്നു. എങ്കിലും ദൈവം അദ്ദേഹത്തെ അപ്രതീക്ഷിതവും പര്യാപ്തവുമായ വഴികളിലൂടെ നയിച്ചുകൊണ്ടിരുന്നു. 10ാം ക്ലാസ് ജയിച്ചു. ഒരു വർഷം ചെറിയ ജോലിയൊക്കെ നോക്കാനായിട്ട് പരിശ്രമിച്ചു. എൻ്റെ പെങ്ങന്മാർ അവരൊക്കെ വിവാഹം കഴിച്ച് കൊടുത്തതിന് ശേഷം വൈദികനാകാമെന്നുള്ള ചിന്ത പോലും ആ സമയത്ത്, കാരണം എന്നിലൊക്കെ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലായിരുന്നു. ഫാദർ ലോറൻസ് ഒലക്കാങ്കിലിലൂടെ നെല്ലിക്കുന്ന് ഇടവകയുടെ വികാരി എന്നെ PDCക്ക് പഠിപ്പിക്കാനായിട്ട് സഹായിക്കാം. SSLCക്ക് 270 മാർക്കുള്ളവനാണ് ഞാൻ. അന്ന് എൻ്റെ ക്ലാസ്സിൽ 45 പേരിൽ 5 പേരാണ് ജയിച്ചത്. ഇന്ന് 45-ൽ 44 പേരും ജയിക്കുന്ന കാലമാണ്. തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലെ PDC, ഇന്ന് +2 എന്ന് പറയും, പഠിച്ചു. അതിനു മുമ്പേ ഇനി എന്തു വന്നാലും ഞാനൊരു വൈദികനായി തീരുമെന്ന ശക്തമായ ചിന്ത എന്നിൽ നിറഞ്ഞു. വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒന്നും അറിയുമായിരുന്നില്ല. ഞാൻ പലരോടും ചോദിച്ച് വൊക്കേഷൻ ക്യാമ്പിൽ പോയി. വൊക്കേഷൻ ക്യാമ്പിൽ പോയാലേ സെമിനാരിയിൽ എടുക്കൂ. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എന്നെ 30 പേരിൽ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ഡ്രസ്സ് എടുക്കാൻ, സാധനങ്ങൾ എടുക്കാൻ, അതെല്ലാം മറ്റുള്ളവരിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. എൻ്റെ ജീവിതം കടം കൊണ്ട ജീവിതമാണ്. മറ്റുള്ളവരുടെ ഉദാരതയിലൂടെ ജീവിച്ചതാണ്. അതുകൊണ്ട് മാക്സിമം ഉദാരത, എൻ്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു. ആയിരത്തി 1978 പ്രത്യേക ദൈവിക കരുണയാൽ സെമിനാരി വിദ്യാർത്ഥിയായി കടന്നു ചെല്ലുമ്പോൾ തൻ്റെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നുവെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. അന്നോളം തന്നെ വഴി നടത്തിയ ദൈവത്തിൻ്റെ അനന്തസ്നേഹത്തിൻ്റെ തീഷ്ണത തിരിച്ചറിയുവാൻ പര്യാപ്തമായിരുന്ന ആ ചിന്തകൾ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. മൈനർ സെമിനാരിയിൽ ചേർന്നപ്പോഴുണ്ടായ
ഒരു വലിയ തിരിച്ചറിവ് ഇവിടെ പങ്കുവയ്ക്കുന്നത് നല്ലതാണ്. അത് ഇതാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് അമ്മ പറഞ്ഞു തരാറുണ്ട്, കൊന്തെത്തിച്ച് കഴിഞ്ഞ് തല താഴെ മുട്ടിച്ച് ചോദിക്കുന്നതൊക്കെ കിട്ടും. അങ്ങനെ 2ാം ക്ലാസ്സിൽ വളരെ നിഷ്കളങ്കനായ 7 വയസ്സുകാരൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു: അപ്പൻ്റെ കള്ളുടി മാറ്റണേ, വീട്ടിൽ ആർക്കും രോഗം ഉണ്ടാവല്ലേ, തൊട്ടപ്പുറത്തെ വീട് 2 നില കെട്ടിടാ, എൻ്റെ വീട് ഒരു 2 നില കെട്ടിടാക്കണേ, ഒരു കാറ്, ഒരു ലോറി, ഒരു ബസ്. പിന്നെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, 2ാം ക്ലാസ്സിൽ 10-60 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 30 പെൺകുട്ടികളും 30 ആൺകുട്ടികളും. അതിൽ 30 പെൺകുട്ടികളിൽ 2-3 പെൺകുട്ടികളുടെ, കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് അതിലൊരെണ്ണത്തിന് ഭാര്യയായിട്ടും കിട്ടണേ. അങ്ങനെ 7 കൊച്ചു പ്രാർത്ഥനകളാണ് ഞാൻ ചൊല്ലിയത്. അത് 10 വരെയും ചൊല്ലിയെന്ന് എൻ്റെ അറിവ്. സെമിനാരിയിൽ വന്നപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിലൊന്നുപോലും എനിക്ക് കിട്ടിയില്ല. അപ്പം കുടിച്ചുകൊണ്ട് തന്നെ നടന്നു. വീട്ടിൽ അതിനിടയ്ക്ക് ഒരു ചേട്ടനൊക്കെ മരിച്ചു കഴിഞ്ഞു, രോഗം വന്ന്. ഒറ്റ നില കെട്ടിടം തന്നെ, ഒരു കൊച്ചു വീട്, കാറ്, ലോറി, ബസ്സൊക്കെ വഴിയിൽ പോകുന്നു. ആ കുട്ടികളുടെയൊക്കെ കല്യാണം പിന്നീട് വൈദികനായ ശേഷമൊക്കെ ചിന്തിക്കുമ്പോൾ, അതിനു മുമ്പേ ഈ മൈനസ് സെമിനാരിൽ വന്ന തിരിച്ചറിവില്ലേ, ചോദിച്ചതൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ തീരുമാനിച്ച ഒരു കാര്യമാണ്, ദൈവം എനിക്ക് നൽകിയ കൃപയാണ് എന്നാണ് പറയുന്നതാണ് കൂടുതൽ ശരി. 1978 യാചനാ പ്രാർത്ഥനകൾ ഞാൻ നിർത്തി തൃശ്ശൂർ തോപ്പ് സെമിനാരിയിൽ വെച്ച്. അന്നു മുതൽ ഞാൻ ഈശോയ്ക്ക് എല്ലാത്തിനും നന്ദി പറഞ്ഞു തുടങ്ങി. എനിക്ക് ലഭിച്ചതിനെല്ലാം നന്ദി. 37 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ നന്ദിയല്ലാതെ എന്തെങ്കിലും എനിക്ക് തരണമേ എന്ന് ഞാൻ ഈശോയോട് ചോദിക്കാറില്ല. എല്ലാം ദൈവം തന്നു, വളരെ മനോഹരമായി പരിപാലിച്ചു. ഇതിലും മേലെ എന്ത് വേണം? കല്ലും മുള്ളും നിറഞ്ഞ ജീവിതപാതയിലൂടെ സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ സന്ദേശം ഹൃദയത്തിൽ എഴുതിച്ചേർത്ത ഒരു അഭിഷിക്തൻ. കണ്ണീരണിഞ്ഞ നിമിഷങ്ങളിൽ നിരാശ്രയരായി തീരുന്ന നമുക്കോരോരുത്തർക്കും പ്രത്യാശയുടെ പുലർവെളിച്ചം പകരുന്ന ദീപസ്തംഭമാണ് ഈ ജീവിതം. ആ ജീവിതത്തിൽ ദൈവം നൽകിയ ബോധ്യങ്ങൾ നമുക്കും വഴികാട്ടികളാകുവാനായി പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ഒരു ബോംബായി എൻ്റെ ജീവിതം പൊട്ടിത്തെറിക്കണം. മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഒരു ബോംബല്ല, മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ബോംബായി എൻ്റെ ജീവിതം പരിണമിക്കട്ടെ എന്ന് 1981 ഡിസംബർ 7-ാം തീയതി ഉച്ചയ്ക്ക് 1:15 പറഞ്ഞ വാക്കാണ്, വാചകങ്ങളാണ് എൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിച്ചത്. ആ ചേച്ചി സംസാരിക്കുകയാണ്, തമാശ പറയുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ശരീരത്തിൽ മാംസമില്ല, അതുകൊണ്ടാണ് പകുതി അസ്ഥികൂടം എന്ന് പറഞ്ഞു. ആ ചേച്ചിയോട് വിശേഷം ചോദിച്ച് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ദേവകി എന്ന് പറഞ്ഞു. ആശുപത്രിയിൽ വന്നിട്ട് എത്ര നാളായെന്ന് ചോദിച്ചപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് 1 കൊല്ലാവും ബ്രദർമാരെ. പിന്നെ സംസാരിച്ച് അവസാനം പറഞ്ഞ വാക്കാണ്, ഇനി ആശുപത്രിയിൽ നിന്ന് വിട്ടാൽ എങ്ങനെയാണ് ദേവകി ചേച്ചി ജീവിക്കുക? വേറെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു ഉത്തരം. ദൈവപരിപാലനയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് ആ ദേവകി ചേച്ചിയിൽ നിന്നാണ്.